സിദ്ധുവും പവിയും അവരന്ന് ആദ്യമായി കണ്ടുമുട്ടിയ ആ കടലോരത്ത് നിൽക്കുകയാണ്. ഇരുവരും തമ്മിൽ ഒന്നും സംസാരിക്കുകയോ നോക്കുകയോ ചെയ്യുന്നില്ല. സിദ്ധു, പവി തെല്ലൊരു ഭയത്തോടെ വിളിച്ചു. അവനിൽ നിന്നും മറുപടിയൊന്നും ഇല്ല എന്ന് കണ്ടതും അവൾ അവൻ്റെ കൈയെടുത്ത് തന്നോടടുപ്പിച്ചു. അതിൽ മൃദുവായി ചുംബിച്ചു. അന്നേരം അവൻ തൻ്റെ കൈ പിൻവലിച്ചു അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. അവൻ്റെ ആ പ്രവൃത്തി അവളെ വേദനിപ്പിച്ചു. സിദ്ധു ഇപ്പോൾ കടലിന് അഭിമുഖമായി നിൽക്കുന്നുണ്ട്. കരയെ ചുംബിച്ചുണർത്തുന്ന തിരയിലേക്ക് നോട്ടമറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സിദ്ധുവിനെ പവി പിന്നിലൂടെ വന്ന് ഇറുകെ പുണർന്നു. സിദ്ധു, ഐ എം സോറി. പവി അവനെ പുണർന്ന് അവനിലേക്ക് ചായഞ്ഞുകൊണ്ട് പറഞ്ഞു. സിദ്ധുവിൽ നിന്നും മറുപടിയൊന്നുമില്ല എന്ന് കണ്ടതും അവൾ അവന് നേരെ മുന്നിൽ വന്ന് നിന്നു. സിദ്ധു, നീ എന്തോന്നും മിണ്ടാത്ത? എന്തിനാ ഞാൻ മിണ്ടുന്നേ? ഇനി നിനക്ക് തീരുമാനിക്കാം എൻ്റെ കൂടെ ജീവിക്കണോ അതോ വേണ്ടിയോന്ന്. സിദ്ധു എങ്ങോട്ടോ മിഴികൾ നട്ടുകൊണ്ട് പറഞ്ഞു. വേണം, എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം സിദ്ധു. നീ എന്താ സിദ്ധു എൻ്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കാത്തത്? നിൻ്റെ അമ്മ അന്ന് അങ്ങനെയൊക്കെയും പറഞ്ഞപ്പോൾ ഞാനാകെ തകർന്നു പോയി. ഞാൻ കാരണം നിനക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് സിദ്ധു, ഒരുപാട് ഇഷ്ടമാണ്. നിന്നോട് വഴക്ക് കൂടുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും എൻ്റെ ഉള്ളിൽ നിന്നോട് പ്രണയമായിരുന്നു. അന്ന് ആദ്യമായി നിന്നെ കണ്ട നിമിഷം നീ എൻ്റേതാണെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. അന്നും ഇന്നും എൻ്റെ പ്രണയം അത് നീയാണ് സിദ്ധു. ഐ ലവ് യു മൈ ചാൻ. ഇരു കയ്യാലെ അവൻ്റെ കോളറിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അത് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. നീ കൂടെയില്ലാത്ത ഓരോ നിമിഷവും അത് ഞാൻ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയെന്ന് നിനക്കറിയോ? അതിൻ്റെ കൂടെ നീ കണ്ണി കണ്ട പെൺപിള്ളേരോട് സംസാരിക്കുന്നതും കൊഞ്ചിക്കുഴയുന്നതും അതൊക്കെയും കാണുമ്പോൾ എനിക്ക് അങ്ങ് മരിച്ചാൽ മതി എന്നായിരുന്നു. നിറ കണ്ണുകളോടെ പറയുന്ന പെണ്ണിനെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ആ നിമിഷം അവളുടെ കണ്ണിൽ തന്നോടുള്ള അടങ്ങാത്ത പ്രണയം അവന് കാണാമായിരുന്നു. അവൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ലവ് യു ടു മൈ ഹണി. അവളുടെ കണ്ണുനീർ തുടച്ച് അവളുടെ നിറകയിൽ പ്രണയത്തോടെ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഇരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. കണ്ണുകൾ തമ്മിൽ ആഴ്ന്നിറങ്ങുന്ന വേളയിൽ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു വന്നു. അന്നേരം അവൾ അവൻ്റെ കവിളിലും കണ്ണിലും മൂക്കിലും താടിയിലും തുരുതുര ചുംബിച്ചു. എത്ര ചുംബിച്ചിട്ടും മതി വരാത്തതുപോലെ. ചുംബനത്തിനൊടുവിൽ അവൾ അവനെ ആഞ്ഞു പുലുകി. ഇരുവരും ഏറെ നേരം അതുപോലെ നിന്നു. നിമിഷങ്ങൾ കടന്നുപോയി. ഇരുവരും അടർന്നു മാറി. നമുക്ക് പോയാലോ? സിദ്ധു അവളോട് ചോദിച്ചു. കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കാൻ സിദ്ധു. നിൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു ഫീൽ. പൂഴിമടലിന് മീതെ ഇരുന്നുകൊണ്ട് പാവി പറഞ്ഞു. ശരി, ഇരുന്നേക്കാം എന്നും പറഞ്ഞ് സിദ്ധു അവളുടെ മടിയിൽ തല വെച്ച് കിടന്നു. സിദ്ധു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്നെ ഞാനന്ന് ഈ കടലിലേക്ക് തള്ളിയിട്ടത്? ഇപ്പോൾ അതോർക്കുമ്പോൾ എന്ത് തോന്നുന്നു? അന്ന് നിന്നെ കടലിലെറിഞ്ഞ് കൊല്ലാൻ തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിന്നെയും കെട്ടിപ്പിടിച്ച് ആ വെള്ളത്തിലൂടെ 2 റൗണ്ട് മറിയാൻ തോന്നുക. ആ നിമിഷം അവളുടെ നോട്ടം അവനിൽ ഒതുങ്ങി നിന്നപ്പോൾ അവൻ അവളുടെ കൈയെടുത്ത് ചുംബിച്ചു. സിദ്ധു, അന്ന് നീ ചോദിച്ചില്ലേ അന്ന് രാത്രിയിൽ എന്നെ രക്ഷിച്ചത് ആരാണെന്നും നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആരാണെന്നും? അതാരാണെന്ന് നിനക്കറിയോ? ബായല്ലേ. ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ സിദ്ധു മറുപടി പറഞ്ഞതും പാവി മെഴിഞ്ഞു കണ്ണാൽ അവനെ നോക്കി. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അവൾ ചോദിച്ചു. അതുപോലൊരു സിറ്റുവേഷനിൽ നമ്മൾ രക്ഷിക്കാൻ കെൽപ്പുള്ള ഒരാളേ ഉള്ളൂ, അത് ബായാണ്. അല്ല, എന്നിട്ട് ആള് നിന്നോട് സംസാരിച്ചോ? അവളൊന്ന് മൂളി. എന്താ പറഞ്ഞേ? നീ ബായുടെ പ്രിയപ്പെട്ടവനായ ആ കഥ പറഞ്ഞു തന്നു. കേട്ടപ്പോൾ എന്ത് തോന്നി? ആ കുട്ടിയെ രക്ഷിച്ചത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ബാക്കി കേട്ടപ്പോൾ നിനക്കിട്ട് ഒന്ന് പൊട്ടിക്കാനാണ് തോന്നിയത്. അവൾ പറഞ്ഞത് കേട്ടതും അവൻ്റെ മുഖത്ത് ഒരു തരം ചിരി വിരിഞ്ഞു. ആട്ടെ, വേറെ ഒന്നും പറഞ്ഞില്ല? പറഞ്ഞു. അങ്ങേരുടെ ചേട്ടനെ കൊന്ന കുറ്റത്തിനാണ് എൻ്റെ അച്ഛൻ ജയിലിൽ കഴിയുന്നതെന്നും എൻ്റെ അച്ഛനോടുള്ള ദേഷ്യം എന്നോടുണ്ടായിരുന്നെന്നും ഞാൻ നിൻ്റെ പെണ്ണായതുകൊണ്ട് എന്നെ വെറുതെ വിട്ടതാണെന്നും പറഞ്ഞു. നിന്നെ ആൾക്ക് അത്രയ്ക്ക് കാര്യമാണത്രേ, നിന്നെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്.
ഇനി ഒരിക്കലും ഒന്നിനും നിന്നെ സമീപിക്കില്ലെന്നും നിന്നെ ഓർത്ത് എൻ്റെ അച്ഛനെയും എന്നെയും വെറുതെ വിടുകയാണെന്ന് പറഞ്ഞു. പവി അത്രയും പറഞ്ഞു നിർത്തി. സിദ്ധു, നീ എന്താ ഇതൊന്നും കേട്ടിട്ട് ഞെട്ടാഞ്ഞേ? സിദ്ധുവിൻ്റെ മുഖത്ത് യാതൊരുവിധ ഭാവവും മാറ്റവും ഇല്ല എന്ന് കണ്ടതും പവി ചോദിച്ചു. ഞാൻ ഇന്നലെ ഒരു തവണ ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. സിദ്ധു പറഞ്ഞത് കേട്ടതും പവി അവനെ കൂർപ്പിച്ച് നോക്കി. ഞാൻ ഇന്നലെ ബായി അങ്ങോട്ട് പോയി കണ്ടിരുന്നു. അത് കേട്ടതും പവിയുടെ മുഖം ചുളുങ്ങി. നീ എന്തിനാ വീണ്ടും അയാളെ ചെന്ന് കണ്ടേ? അന്ന് അയാളെ രക്ഷിച്ചു എന്നതൊക്കെയും ശരിയാ, അയാളായിട്ടെല്ലാം അവസാനിച്ച് പോയപ്പോൾ അവൻ വീണ്ടും ചെന്ന് കണ്ടുപോലും. പവി അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ പറഞ്ഞു. ഞാനേ പഴയ ബന്ധം പുതുക്കാൻ പോയതല്ല. പിന്നെ നിന്റെ അച്ഛൻ്റെ നിരപരാധിത്വം എൻ്റെ അച്ഛന് മുന്നിൽ തെളിയിക്കണം. അത് ബായിയെ കൊണ്ടേ പറ്റുള്ളൂ എന്നറിയാവുന്നത് കൊണ്ട് പോയതാ. പോയി കണ്ടു, സംസാരിച്ചു. എന്നിട്ടെന്താ? ഇപ്പം സമയം 5:30 കഴിഞ്ഞില്ലേ? ബായി ഇപ്പോൾ എൻ്റെ വീട്ടിലെത്തിക്കാണും. നിന്റെ വീട്ടിലോ? എന്തിന്? പവി മിഴിഞ്ഞ കണ്ണാലെ ചോദിച്ചു. അന്നേരം സിദ്ധുവിൻ്റെ മുഖത്ത് ഒരു തരം ചിരി വിരിഞ്ഞു. ആ ചിരിക്ക് പിന്നിൽ എന്തൊക്കെയോ അർത്ഥങ്ങളുള്ളതായി അവൾക്ക് തോന്നി. ബായിയുടെ വണ്ടി സിദ്ധുവിൻ്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്നു. പരിചയമില്ലാത്ത വണ്ടി വന്ന് നിൽക്കുന്നത് കണ്ടിട്ടാവണം പരമേശ്വരൻ അകത്തു നിന്നും വന്നത്. വണ്ടിയിൽ നിന്നിറങ്ങുന്ന കോട്ടും സ്യൂട്ടും ധരിച്ച വ്യക്തിയെ പരമേശ്വരന് മനസ്സിലായില്ല. എങ്കിലും അയാൾ ബായി അകത്തേക്ക് ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച് ബായ് അകത്തേക്ക് നടന്നു. പരമേശ്വരൻ ലിവിംഗ് റൂമിലെ സെറ്റിയിൽ ബായിയെ സ്വീകരിച്ചിരുത്തി. ആരാ? മനസ്സിലായില്ല, പരമേശ്വരൻ ചോദിച്ചു. എന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വഴിയില്ല, കാരണം നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ഇളയ മകന് എന്നെ നന്നായിട്ടറിയാം. അതെങ്ങനെ എന്നൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഞാൻ ഇപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. ജയിലിൽ കഴിയുന്ന ഹരിദാസും നിങ്ങളും തമ്മിലുള്ള ശത്രുതയുടെ കഥകളൊക്കെയും എനിക്കറിയാം. ഒരിക്കൽ അയാൾ നിങ്ങളുടെ സഹോദരിയുടെ ഭർത്താവായിരുന്നു. അയാൾ നിങ്ങളുടെ സഹോദരിയെ കൊന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ സത്യങ്ങൾ അതല്ല. ബായ് പറഞ്ഞു തുടങ്ങിയതും പരമേശ്വരൻ്റെ മുഖത്ത് ഭാവമാറ്റങ്ങൾ വന്നു തുടങ്ങി. ബായ് അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ക്ഷമിക്കണം, എനിക്ക് ഇക്കാര്യം കേൾക്കാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോവാം, പരമേശ്വരൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. സോറി മിസ്റ്റർ, എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ്. നിങ്ങളെ ഇത് പറഞ്ഞിട്ട് ബോധിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനും പോണില്ല. പക്ഷേ സിദ്ധു, അവൻ എന്നോടൊരു കാര്യം പറഞ്ഞാൽ എനിക്കത് നിഷേധിക്കാനാവില്ല. കാരണം അവൻ എനിക്ക് സ്വന്തം അനിയനെ പോലെയാണ്. അവനിപ്പോൾ അനുഭവിക്കുന്ന മനപ്രയാസം എന്നെക്കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ അത് തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ. അതുകൊണ്ട് മിസ്റ്റർ പരമേശ്വർ, ഞാൻ പറയുന്നത് താങ്കൾ കേട്ടേ പറ്റൂ. ഇരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കാൻ ഒരുങ്ങിയ പരമേശ്വരൻ വീണ്ടും അവിടെ ഇരുന്നു. അയാളുടെ വാക്കുകൾക്ക് കാതോർത്തു. ഒരു റാം എന്നയാളെ കൊന്ന കുറ്റത്തിനാണ് ഹരിദാസ് ഇപ്പോൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നത്. ജീവപര്യന്തം കഴിഞ്ഞ അയാൾ അടുത്ത മാസം പുറത്തിറങ്ങും. വർഷങ്ങൾക്ക് മുൻപ് ഈ റാമിൻ്റെ കൂടെയായിരുന്നു ഹരിദാസ് ജോലി ചെയ്തിരുന്നത്. ഹരിദാസ് നിങ്ങളുടെ സഹോദരി സുനന്ദയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. നിങ്ങളുടെ ഇഷ്ടപ്രകാരമായിരുന്നില്ല ആ വിവാഹം. ഇരുവരും സ്വന്തം താല്പര്യപ്രകാരം രജിസ്റ്റർ മാരേജ് കഴിച്ചു. ജീവിതവും തുടങ്ങി. അവർക്കൊരു കുഞ്ഞ് പിറന്ന ശേഷം ഹരിദാസ് ഭാര്യയുമായി ചെന്നൈയിലേക്ക് താമസം മാറി. ഇടയ്ക്ക് സുനന്ദ നിങ്ങളെയും ഭാര്യയും വിളിച്ച് സംസാരിക്കുമായിരുന്നു. കുഞ്ഞു പിറന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾ സുനന്ദ വഴി അറിഞ്ഞിരുന്നു. ചെന്നൈയിൽ വെച്ചാണ് ഹരിദാസ് റാമുമായി പരിചയപ്പെടുന്നതും അയാളുടെ കൂടെ ജോലിക്ക് പ്രവേശിക്കുന്നതും. റാം അവിടുത്തെ അറിയപ്പെടുന്ന വലിയ പിടിപാടൊക്കെയുള്ള പണക്കാരനായിരുന്നു. ആരെയും കൊന്നുതള്ളാൻ മടിയില്ലാത്ത അയാളെ എല്ലാവർക്കും പേടിയായിരുന്നു. റാം ഹരിദാസിന് ജോലിയും താമസിക്കാൻ വീട് നൽകി ഹരിദാസുമായി നല്ല ബന്ധം ഉണ്ടാക്കിയെടുത്തു. ഹരിദാസിൻ്റെ സുന്ദരിയായ ഭാര്യയോടുള്ള താല്പര്യം, അതിന് പിന്നിലെ ഉദ്ദേശം അതായിരുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം റാം എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഹരിയെ കേരളത്തിലേക്ക് പറഞ്ഞു വിട്ടു. അയാളുടെ 5 വയസ്സുകാരൻ മകൻ അച്ഛൻ്റെ കൂടെ ചെല്ലാൻ വാശി പിടിച്ചു. കുട്ടിയുടെ വാശിക്ക് മുന്നിൽ ഹരിദാസിന് മുട്ടുമടക്കേണ്ടി വന്നു. നാട്ടിൽ ചെന്നിട്ട് തൻ്റെ അച്ഛനെയും അമ്മയും കൂടി കാണണം എന്ന് കൂടി കരുതിയാണ് ഹരിദാസ് നാട്ടിലേക്ക് തിരിച്ചത്. 2 മാസം ഗർഭിണിയായ സുനന്ദയ്ക്ക് യാത്ര ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ ഭാര്യയെ വിശ്വസ്തരായ അയൽക്കാരെ ഏൽപ്പിച്ചു ഹരിദാസ് നാട്ടിലേക്ക് തിരിച്ചു. എന്നാൽ അതൊരു ട്രാപ്പായിരുന്നു എന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. ഹരിദാസിനെ മനഃപൂർവ്വം ഒഴിവാക്കി അയാളുടെ ഭാര്യയുമായി ഒരു ദിവസം കഴിയുക, അതായിരുന്നു റാമിൻ്റെ ഉദ്ദേശം. ഹരിദാസ് പോയതും റാം ഹരിദാസിൻ്റെ വീട്ടിലെത്തി.
അതിനു മുൻപ് ചില കാരണങ്ങളുണ്ടാക്കി റാം അയൽക്കാരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. തൻ്റെ കൂടെ ഈ രാത്രി കഴിഞ്ഞാൽ ചോദിക്കുന്ന എന്തും തരാമെന്നും ഇത് ഹരിദാസ് ഒരിക്കലും അറിയാൻ പോണില്ലെന്നും പറഞ്ഞ് റാം ഹരിദാസിൻ്റെ ഭാര്യയെ സമീപിച്ചു. അയാൾക്ക് വഴങ്ങാൻ ഹരിദാസിൻ്റെ ഭാര്യ വിസമ്മതിച്ചു. ഒടുവിൽ അവിടെ ഒരു ബലപ്രയോഗം നടന്നു. റാമിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനാവില്ല എന്ന് കണ്ടത് സുനന്ദ അടുക്കളയിൽ കിടന്ന കത്തിയെടുത്തു സ്വയം കുത്തി ജീവനെടുത്തു. ഹരിദാസ് തിരിച്ചു വരുമ്പോൾ ഇതറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് കരുതി റാം ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കി ഹരിദാസിനെ ഇല്ലാതാക്കാൻ നോക്കി. അയാൾ സഞ്ചരിച്ച കാർ ഒരു ലോറിയുമായി കൂട്ടുമുട്ടി. ഇടിയുടെ ആഘാതത്തിൽ കുട്ടി ദൂരേക്ക് തെറിച്ചുപോയി. കേരളത്തിൽ വെച്ചാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത്. ഹരിദാസിന് സാരമായ പരിക്കേറ്റിരുന്നു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഹരിദാസ് കണ്ണു തുറക്കുമ്പോൾ മറ്റെവിടെയോ ആയിരുന്നു. അയാൾക്ക് സ്വന്തം പേരോ നാടോ ഒന്നും ഓർമ്മയില്ലായിരുന്നു. അന്ന് അയാളെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചത് വിശ്വനാഥൻ എന്ന വ്യക്തിയായിരുന്നു. അതായത് പല്ലവിയുടെ അമ്മയുടെ സഹോദരൻ. ആരോരുമില്ലാതെ ഹരിദാസിനെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിക്കാൻ അയാൾക്കായില്ല. അയാൾ ഹരിദാസിനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു. മാസങ്ങൾക്ക് ശേഷം ഹരിദാസ് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്നു. പക്ഷെ അയാൾക്ക് അപ്പോഴും ഒന്നും ഓർമ്മയില്ലായിരുന്നു. ഹരിദാസ് വിശ്വനാഥൻ്റെ കൂടെ താമസം തുടങ്ങി. ആരോഗ്യം വീണ്ടെടുത്തു. 1 വർഷത്തിനു ശേഷം വിശ്വനാഥൻ്റെ സഹോദരി വിമലയുടെ വിവാഹം മണ്ഡപത്തിൽ വെച്ച് മുടങ്ങിയതും പിന്നീട് എല്ലാവരുടെ ആവശ്യപ്രകാരം ഹരിദാസ് വിമലയെ വിവാഹം കഴിച്ചു. തൻ്റെ മുൻകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും ഇല്ലാതെയാണ് ഹരിദാസ് വിമലയെ വിവാഹം കഴിച്ചത്. അന്നത്തെ ആ രാത്രിയിൽ അവിടെ വെച്ച് തന്നെ സുനന്ദ മരിച്ചിരുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ റാം ബോഡി അവിടെ നിന്ന് മാറ്റി. ദിവസങ്ങൾ കഴിഞ്ഞു. സുനന്ദയുടെ ഒരു വിവരവും ഇല്ലാതെ അവളുടെ വീട്ടുകാർ ചെന്നൈയിലേക്ക് തിരിച്ചു. അവിടെ വെച്ചാണ് സുനന്ദയും ഹരിയും കുഞ്ഞും മിസ്സിംഗ് ആണെന്ന് അവളുടെ വീട്ടുകാരറിയുന്നത്. അവർ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു. ഒടുവിൽ സുനന്ദയുടെ ബോഡി പോലീസ് കണ്ടെത്തി. ഹരിയെക്കുറിച്ച് ഒരു വിവരമില്ല എന്ന് കണ്ടപ്പോൾ ഭാര്യയെ കൊന്നിട്ട് ഹരിദാസ് നാട് വിട്ട് കാണും എന്ന് പോലീസ് വിധി എഴുതി. ഹരിദാസിനെ കുറിച്ച് അറിയാൻ വേണ്ടി തൻ്റെ അരികിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് റാം മൊഴി നൽകി. താൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി റാം ഹരിദാസിനെ കുറിച്ച് മോശമായി ചിത്രീകരിച്ചു. അന്നത്തെ ആക്സിഡൻറ്റിൽ അവളുടെ മകൻ കുറ്റിക്കാടിലേക്ക് തെറിച്ചു വീണതിനാൽ വിശ്വനാഥൻ അവനെ കണ്ടില്ലായിരുന്നു. പിന്നീട് ഏതൊരു വഴിയാത്രക്കാരൻ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. കുട്ടി ഏതാണെന്ന് തിരിച്ചറിയാതെ വന്നതും വൈകാതെ കുട്ടിയെ അനാഥ മന്ദിരത്തിൽ ഏൽപ്പിച്ചു. 2 വർഷത്തിന് ശേഷം ഹരിദാസിനും വിമലയ്ക്കും ഒരു പെൺകുഞ്ഞ് പിറന്നു. 2 വർഷം അവർ സന്തോഷത്തോടെ ജീവിച്ചു. പിന്നീട് മറ്റൊരു ആക്സിഡൻറ്റിലൂടെ തലക്കടിയേറ്റ് ഹരിദാസിന് ഓർമ്മകൾ തിരിച്ചു കെട്ടി. താൻ ആരാണെന്ന സത്യം ഹരിദാസ് വിമലയോടും വിശ്വനാഥനോടും തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടതും വിമലയ്ക്ക് കരച്ചിലടക്കാനായില്ല. സുനന്ദയെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ഹരിക്ക് അവളെ വേണ്ടെന്ന് വെക്കാനാവില്ലായിരുന്നു. സുനന്ദയും മകനെയും അന്വേഷിച്ചു ഹരി വിശ്വനാഥൻ്റെ കൂടെ ചെന്നൈയിലേക്ക് തിരിച്ചു. സുനന്ദയുടെ മരണവിവരം അവിടെ നിന്ന് അയൽക്കാർ പറഞ്ഞിട്ടാണ് അവരറിഞ്ഞത്. തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഹരിദാസ് ഞെട്ടി. അയൽക്കാർ അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയും പറഞ്ഞു. അന്നത്തെ ആ രാത്രിയിൽ തങ്ങൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടി വന്നെന്നും അതുകൊണ്ട് ആ നേരത്തെ സുനന്ദ തനിച്ചായിരുന്നെന്നും അവർ പോവാൻ നേരം റാമിൻ്റെ വണ്ടി അങ്ങോട്ട് കടന്നു വരുന്നത് കണ്ടിരുന്നെന്നും അവർ ഹരിദാസിനോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെയാണ് സുനന്ദയെ കാണാനില്ലെന്ന് അറിയുന്നത്. റാമിനെ പേടിച്ചിട്ട് തങ്ങൾ ഇക്കാര്യം പോലീസിനെ അറിയിച്ചില്ലെന്നും അവർ തുറന്നു പറഞ്ഞു. സുനന്ദയുടെ മരണവിവരം അറിഞ്ഞതും ഹരിദാസ് ആകെ തളർന്നു പോയി. തനിക്ക് പറ്റിയ ആക്സിഡൻറ്റ്, സുനന്ദയുടെ മരണം, എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയ ഹരിദാസ് റാമിനെ കാണാൻ തീരുമാനിച്ചു. അപ്പോൾ അയാൾ കേരളത്തിലായിരുന്നു. റാമിൻ്റെ വീട്ടിൽ പോയി കഴുത്തിന് കുത്തിപ്പിടിച്ച് ഹരിദാസ് കാര്യം തിരക്കി. അന്നേരം റാമിൻ്റെ ആൾക്കാർ ഹരിദാസിനെ ശരിക്കും ഉപദ്രവിച്ചു. ആ സമയത്ത് റാം അന്നത്തെ രാത്രിയിൽ നടന്ന കാര്യങ്ങളൊക്കെയും തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടതും ഹരിദാസ് തറഞ്ഞു പോയിരുന്നു. തനിക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന റാമിൻ്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിപ്പറിച്ച അയാൾക്ക് നേരെ നിറയൊഴിച്ചു. സുനന്ദയുടെ മരണത്തിൽ ഹരിദാസിൻ്റെ പങ്ക് കോടതിക്ക് തെളിയിക്കാനായില്ല. റാമിനെ കൊന്ന കേസിൽ ഹരിദാസിന് ജീവപര്യന്തം വിധിച്ചു. അന്ന് പല്ലവിക്ക് 2 വയസ്സാണ് പ്രായം. വിമലയെ ഓർത്ത് ഹരിദാസിന് വേദന തോന്നി. താനൊരു കൊലപാതകയാണെന്ന് തൻ്റെ മകൾ ഒരിക്കലും അറിയരുതെന്ന് ഹരിദാസിന് നിർബന്ധമുണ്ടായിരുന്നു. അതിനാൽ അവളോട് അച്ഛൻ മരിച്ചെന്ന് വീട്ടുകാർ പറഞ്ഞു. വിമലയെ മറ്റൊരു വിവാഹത്തിന് ഹരിദാസ് നിർബന്ധിച്ചിരുന്നു. പക്ഷേ അവർ തൻ്റെ മകൾക്ക് വേണ്ടി ജീവിച്ചു. ശരിക്കും ആ കുട്ടിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. സ്വന്തം അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആ കുട്ടി അറിയുന്നത് പോലും നിങ്ങളുടെ മകൻ പറഞ്ഞിട്ടാണ്. ആ കുട്ടിയാണ് നിങ്ങളിപ്പോൾ ശിക്ഷിക്കുന്നത്. അത്രയും പറഞ്ഞ് ബായ് നിർത്തി. എല്ലാം കേട്ടു നിന്നതും പരമേശ്വരൻ സ്തംഭിച്ചു നിന്നു. പല്ലവി, അവൾ നല്ല കുട്ടിയാ. നിങ്ങളുടെ മകൻ്റെ ഭാഗ്യമാണ് ആ പെൺകുട്ടി.
നിങ്ങളുടെ സഹോദരിയുടെ മരണവുമായി അവൾക്കോ അവളുടെ അമ്മയ്ക്കോ ഒരു ബന്ധവുമില്ല. ഒന്നും അറിയാതെയാണ് അവർ ഹരിദാസിനെ വിവാഹം കഴിച്ചത്. സുനന്ദ നിങ്ങളുടെ പെങ്ങളാണെന്ന് അവർക്കറിയില്ലായിരുന്നു. പല്ലവി ഒരു ജയിൽ പുള്ളിയുടെ മകളാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചാലോ എന്ന് കരുതിയാണ് അവർ നിങ്ങളോട് അവളുടെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞത്. നിങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള നുണകളൊക്കെയും നിങ്ങൾ തന്നെ തിരുത്തി ഇരുവരെയും ഒരുമിപ്പിക്കണം. നിങ്ങളുടെ ഭാര്യ അറിയട്ടെ അവളുടെ ജാതകത്തിന് ഒരു കുഴപ്പമില്ലെന്ന്. അതൊക്കെ അവൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞതാണെന്ന്. മിസ്റ്റർ പരമേശ്വരൻ, സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒരിക്കലും പിരിക്കരുത്. ഒരിക്കൽ സ്നേഹത്തിൻ്റെ ബന്ധം തിരിച്ചറിയാതെ പോയതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിയെ നഷ്ടമായി. ഇനി അത് ഉണ്ടാവരുത്. അത്രയും പറഞ്ഞ് നിർത്തി ബായ് പോവാനായി ഇറങ്ങി. നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? പോവാനായി ഇറങ്ങിയ ബായിയോട് പരമേശ്വരൻ ചോദിച്ചു. എനിക്ക് ഇന്നലെ വരെ ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ ചേട്ടൻ രാമനെ കൊന്നത് ഹരിദാസാണെന്ന് മാത്രം എനിക്കറിയായിരുന്നു. എൻ്റെ ചേട്ടനെ കൊന്ന അയാളെയും മകളെയും കൊല്ലാനുള്ള ദേഷ്യം വരെ എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സിദ്ധു എന്നെ കാണാൻ വന്നിരുന്നു. അവൻ എന്നോട് ചിലതൊക്കെ പറഞ്ഞു. അവൻ ഒരിക്കലും കള്ളം പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ ഏട്ടനെ ഹരിദാസ് കൊന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഞാൻ സത്യങ്ങൾ അറിയുന്നത്. ആ രാത്രിയിൽ എൻ്റെ സഹോദരൻ നിങ്ങളുടെ സഹോദരിയെ കാണാൻ ചെന്നപ്പോൾ കൂടെ ഡ്രൈവറുണ്ടായിരുന്നു. ഞാൻ അയാളെ തിരഞ്ഞു കണ്ടുപിടിച്ച് കാര്യങ്ങൾ തിരക്കി. അപ്പോഴാണ് ഞാൻ സത്യങ്ങൾ മുഴുവൻ അറിയുന്നത്. എൻ്റെ ചേട്ടൻ ചെയ്തത് തെറ്റാണെന്നും ഇക്കാര്യത്തിൽ ഹരിദാസ് ചെയ്തതാണ് ശരിയെന്നും എനിക്ക് ബോധ്യമായി. അത് നിങ്ങളെ കൂടി ബോധിപ്പിക്കണം എന്ന് തോന്നി. അത്രയും പറഞ്ഞ ബായ് എവിടെ നിന്ന് മടങ്ങി. അയാൾ പോയതും പരമേശ്വരൻ ആഞ്ഞൊരു ശ്വാസം വലിച്ചു. തിരിഞ്ഞു നടക്കാൻ നേരാണ് പിന്നിൽ നിൽക്കുന്ന ഗീതയെ അയാൾ കാണുന്നത്. അയാളുടെ മുഖം വിളറി വെളുത്തു. അവളെല്ലാം കേട്ടിട്ടുണ്ടെന്ന് ആ മുഖഭാവത്തിൽ നിന്നും വ്യക്തമാണ്. ഗീതയെ ഞാൻ പരമേശ്വർ എന്തോ പറയാൻ ശ്രമിച്ചതും ഗീത അയാളെ തടഞ്ഞു. സാരി തലപ്പുകൊണ്ട് കണ്ണുനീർ തുടച്ചു. അവരകത്തേക്ക് നടക്കുമ്പോൾ ഭാവിയെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം എന്ന് മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ. ഭാവിയുടെ മടിയിൽ തലച്ചായ്ച്ച് കിടക്കുകയാണ് സിദ്ധു. അവൻ മിഴികൾ ചേർത്തടച്ചിട്ടുണ്ട്. എങ്ങോട്ടോ മിഴികൾ നട്ടുകൊണ്ട് ഭാവി ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ്. ഭാവിയുടെ അനക്കം ഒന്നുമില്ല എന്ന് കണ്ടതും സിദ്ധു കണ്ണു തുറന്നു നോക്കി. അവൾ കാര്യമായ ആലോചനയിലാണെന്ന് കണ്ടതും സിദ്ധു അവളുടെ വയറിൽ ഇക്കിളി കൂട്ടി. എന്താ പെണ്ണെ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത്? അതല്ല സിദ്ധു, ഞാൻ ആലോചിക്കുന്നേ, അപ്പോൾ ഏട്ടൻ എങ്ങനെ അച്ഛനരികിൽ എത്തിയെന്നതാണ്. ഭാവി സംശയത്തോട് ചോദിച്ചു. അത് പിന്നെ നിന്റെ ഏട്ടൻ പഠിച്ച് ജോലിക്ക് കിട്ടി സെറ്റിൽഡ് ആയപ്പോഴാണ് തൻ്റെ പാരൻസ് ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം തോന്നുന്നത്. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ നിന്റെ ചേട്ടൻ നിന്റെ അച്ഛനെ കണ്ടെത്തി. അതുവഴി നിന്നിലേക്കും എത്തി. നീ ആണെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഷോ, പാവം എൻ്റെ ഏട്ടൻ. എല്ലാവരും ഉണ്ടായിട്ടും അനാഥനായി കഴിയേണ്ടി വന്നില്ലേ? എനിക്ക് അച്ഛൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും പറഞ്ഞ് ഭാവി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഇനിയിപ്പോൾ ആ കുറവൊക്കെ എൻ്റെ പെങ്ങൾ തീർത്തോളും. നീ അതൊക്കെ വിട്ടുകളാ. സിദ്ധു അവളുടെ ടോപ്പ് പൊക്കി അവളുടെ വയറിൽ അമർത്തി കടിച്ചു. ആ സിദ്ധു, നിനക്കിത്തിരി കൂടുന്നുണ്ട്. ഭാവി കണ്ണ് കൂർപ്പിച്ചു. അല്ല, ഇനി എന്താ പരിപാടി? ഭാവിയുടെ ചോദ്യം കേട്ട് സിദ്ധു അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. എന്തായാലും വീട്ടിലേക്കില്ല, സിദ്ധു പറഞ്ഞു. എന്നാ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോരൂ. അത് വേണ്ട. പിന്നെ പിന്നെ എടി, നമുക്കൊന്ന് മാറി നിന്നാലോ? കുറച്ച് നാൾ നമ്മളെല്ലാവരും കൂടി വിഷമിപ്പിച്ചില്ലേ? ഇനിയിപ്പോൾ നമുക്കവരെ ചെറുതായി വിഷമിപ്പിക്കാം. അയ്യോ, അത് വേണോ സിദ്ധു? വേണം. എൻ്റെ വീട്ടിൽ പറയാതെ ഞാൻ വരില്ല കേട്ടോ. എന്നാൽ പിന്നെ നിൻ്റെ വീട്ടിൽ മാത്രം പറയാം. പിന്നെ ആ ചിലങ്കിയോട് പറയണം, തേജയോട് പറയേണ്ടെന്ന്. അവന്മാരറിഞ്ഞാൽ വിളിച്ച് ശല്യം ചെയ്ത് കൊണ്ടേയിരിക്കും. ആരുടെയും ശല്യമില്ലാതെ ഞാനും നീയും മാത്രമായുള്ള കുറച്ച് മനോഹരമായ നിമിഷങ്ങൾ. വൈകിയുള്ള ഒരു കുഞ്ഞു ഹണിമൂൺ. സിദ്ധു അവളെ തന്നോട് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങോട്ടാ പ്ലാൻ? നേരത്തൊരു പുഞ്ചിരിയോടെ ഭാവി ചോദിച്ചു. പ്ലാൻ? അവൻ എന്തോ ഓർത്ത പോലെ തൻ്റെ ഇരു കൈകളും അവളുടെ കവിളിൽ ചേർത്ത് വെച്ചു. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് ബാക്കി പറയാൻ ഒരുങ്ങുന്ന സിദ്ധുവിൻ്റെ വായ്ക്ക് കുറുകെ പവി കൈവച്ചു. സിദ്ധു ചോദ്യഭാവത്തിൽ അവളെ നോക്കി.
അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. ബാക്കി പറഞ്ഞത് പവിയാണ്. അത് കേട്ട് സിദ്ധുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. അവൻ മിഴിഞ്ഞ കണ്ണാലെ അവളുടെ കൈയെടുത്ത് മാറ്റി. എന്ന് വെച്ചാൽ എന്നുള്ള അവൻ്റെ ചോദ്യം കേട്ട് പവിയുടെ മുഖത്ത് നാണം വിരിഞ്ഞു. എന്ന് വെച്ചാൽ അവിടെ വെച്ച് ഞാൻ നിനക്ക്. അവൾ മുഴുവനാക്കാതെ മുഖം കുനിച്ചു. എനിക്ക്? അവൻ ആവേശത്തോടെ ചോദിച്ചു. അന്നേരം അവൾ അവൻ്റെ കാതിൽ എന്തോ സ്വകാര്യം പറഞ്ഞ് നാണത്തോടെ അവനെ ഇറുകെ പുണർന്നു. പവി, ശരിക്കും അതോ പറ്റിക്കോ? അവളുടെ കാതിൽ നേർമയായി മുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. പറ്റിക്കില്ല. അവൻ്റെ നെറുകെ ചുണ്ടമർത്തിക്കൊണ്ട് അവൾ അത് പറയുമ്പോൾ അവൻ്റെ കയ്യിൽ മുറുക്കം കൂടി വന്നു. പവിയോട് പറഞ്ഞതുപോലെ അതുപോലൊരു അതിമനോഹരമായ സ്ഥലം തന്നെയായിരുന്നു സിദ്ധു തിരഞ്ഞെടുത്തത്. കാൻഡിൽ ലൈറ്റ്സ് കൊണ്ടും റോസ് പെറ്റൽസ് കൊണ്ടും മുറി അതിമനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. ഒരു ചെറുപുഞ്ചിരിയോടെ സിദ്ധു മുറി മുഴുവൻ കണ്ണോടിച്ചു. അവിടുത്തെ ഹണിമൂൺ കോട്ടേജിലെ ആ സെറ്റപ്പ് അവന് ശരിക്കും ഇഷ്ടപ്പെട്ടു. പവി വാഷ്റൂമിൽ പോയതായിരുന്നു. പവിയുടെ വരവും കാത്ത് അവൻ ബെഡിൽ മലർന്ന് കിടന്നു. ആ നേരത്താണ് അഭിയുടെ കോൾ വരുന്നത്. ഇന്നലെ തൊട്ട് എല്ലാവരും വിളിയോട് വിളി. ആരുടെയും കോൾ എടുത്തില്ലായിരുന്നു. എത്തിയ വിവരം പവിയുടെ വീട്ടിൽ മാത്രം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിദ്ധു കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയോട് അടുപ്പിച്ചു. ഡാ, നിങ്ങൾ ഇതെവിടെ പോയി കിടക്കുക? ഇന്നലെ തൊട്ട് വിളിക്കുക. എന്താടാ തെണ്ടി ഫോൺ എടുക്കാഞ്ഞത്? ഒന്ന് പറഞ്ഞിട്ട് പോയാൽ നിനക്ക് എന്താടാ? കോൾ എടുത്ത പാടെ അബിയുടെ വായിൽ നിന്ന് വയറ് നിറച്ച് കേട്ടു. പിന്നീട് തേജയും ജീവയും മാറി മാറി തെറി വിളിച്ചു. സിദ്ധു ഒരു ചെറുപുഞ്ചിരിയോടെ എല്ലാം കേട്ട് നിൽപ്പാണ്. എല്ലാത്തിൻ്റെയും കലി അടങ്ങിയതും അവർ വിശേഷങ്ങൾ ചോദിച്ചു തുടങ്ങി. എടാ, നിനക്കറിയോ, ഞങ്ങളെ പോലീസിൽ പരാതി കൊടുക്കാനിരുന്നതാ. ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും അവളുണ്ടല്ലോ അച്ചിലങ്ക, ഒരക്ഷരം പറഞ്ഞില്ല. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. തേജ പറയുന്നത് കേട്ട് സിദ്ധുവിന് ചിരി വന്നു. എന്നിട്ട് നിങ്ങളവിടെ എപ്പോൾ എത്തി? ഇന്നലെ രാത്രിയിലാണ് എത്തിയത്. എന്നിട്ട് സ്ഥലം എങ്ങനെ, കൊള്ളാവോ? എനിക്ക് അവൾക്ക് ഹണിമൂണിന് വരാൻ പറ്റുമോ നോക്കാമല്ലോ? തേജ ആകാംക്ഷയോട് ചോദിച്ചു. നിന്റെ ഹണിമൂൺ അവിടെ നിൽക്കട്ടെ, ആദ്യം അവൻ്റെ ഹണിമൂൺ വിശേഷം അറിയാം. അബി തേജയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി. കൊച്ചു കള്ളൻ. അതെ, ഇന്നലെ അവിടെ എത്തിയത് മുതൽ ബാക്കി വള്ളിപ്പുള്ളി വിടാതെ പറ. അബി ഫോൺ സ്പീക്കർ മോഡിലിട്ടു. എത്തിയിട്ടെന്താ? ഫ്രഷായി കിടന്നുറങ്ങി. സിദ്ധു ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, അപ്പോൾ ഇന്നലെ ഒന്നും നടന്നില്ല? എന്ത് നടന്നില്ലെന്ന്? ഓഹ് കുന്തം, നീ എന്തോന്നിനാ അവിടെ വരെ പോയേ? കിടന്നുറങ്ങാനാ? ആ, അത് പോട്ടെ. ഇന്നും ഒന്നും നടന്നില്ലേ? ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേ ഉച്ച കഴിഞ്ഞിരുന്നു. പിന്നെയും ഫ്രഷായി ഫുഡ് കഴിച്ചു. ഓഹ് മതി മതി. എടാ മണ്ട, തിന്നും കുടിച്ച് ഉറങ്ങിയും സമയം കളയാതെ ഓരോ നിമിഷവും മനോഹരമാക്കാൻ നോക്ക്. അബിയിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി ജീവ പറഞ്ഞതും സിദ്ധുവിന് ചിരിയാണ് വന്നത്. കാരണം അവർക്കറിയില്ലല്ലോ പട്ടുമെത്തിയിൽ പൂക്കളുടെ മീത്തെ പ്രിയതമയുടെ വരവും കാത്ത് കിടക്കുകയാണെന്ന്. ആ നേരത്തെ തന്നെയാണ് പവി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ന്യൂഡിൽ സ്ട്രാപ്പ് മിനി ഫ്രോക്ക് ധരിച്ചുള്ള അവളുടെ വരവ് കണ്ടതും സിദ്ധുവിൻ്റെ കിളി പോയി. എൻ്റെ ശ്രീപത്മനാഭ, സിദ്ധു അറിയാതെ വിളിച്ചുപോയി. എന്താടാ അവിടെ എത്തിയപ്പോൾ നിനക്ക് ദൈവഭക്തി കൂടിയോ? ഇത്തരം സിറ്റുവേഷനിൽ ദൈവഭക്തി കൂടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്നാൽ ഞാൻ വെക്കട്ടെ? വെക്കല്ലടാ, ഞങ്ങൾ ചോദിക്കട്ടെ. സിദ്ധു എങ്ങനെയും ഫോൺ സംഭാഷണം അവസാനിപ്പിക്കാമെന്ന് കരുതിയതാണ്. അവന്മാർ വിടാതെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. പവിക്ക് സിദ്ധുവിൻ്റെ ഭാവങ്ങൾ കണ്ട് ചിരി വരുന്നുണ്ട്. അവൾ ബെഡിനരികിലേക്ക് നടന്നു. ബെഡിൽ കിടക്കുന്ന സിദ്ധുവിന് നേരെ അവൾ കുനിഞ്ഞു. അവളുടെ ആ കുനിയലിൽ സിദ്ധുവിൻ്റെ ബാക്കിയുള്ള കിളികൾ കൂടി എങ്ങോട്ടോ പറന്നു പോയി. കാരണം അവിടെ ഇവിടെയായി ഏതാണ്ടൊക്കെ കാണുന്നുണ്ട്. അവൻ്റെ നോട്ടം കറക്റ്റായി അവിടെ എത്തി നിന്നു. സിദ്ധു, കുറച്ച് നീങ്ങിക്കേ, ഞാൻ ഈ പൂക്കളിക്കും കളയട്ടെ. ഇതിന് മീതെ എങ്ങനെയാ കിടക്കുക? പവി അവൻ്റെ നോട്ടം ശ്രദ്ധിക്കാത്ത മട്ടിൽ പറഞ്ഞു. അവനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി അവൾ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഇതേസമയം കൂട്ടുകാർ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. സിദ്ധു മുക്കിയും മൂളിയും മറുപടി പറഞ്ഞു. സിദ്ധു, എടാ നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു വരിക? എന്താ? എടാ നിനക്കെന്താ പറ്റിയേ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേയ്, ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാണ് മോനെ. നീ വെച്ചിട്ട് പോയേ. ഗുഡ് നൈറ്റ്. സിദ്ധു എങ്ങനെയോ കോൾ അവസാനിപ്പിച്ചു. സിദ്ധു ആ പറഞ്ഞ പ്രശ്നം എന്താണെന്നറിയാൻ വേണ്ടി അവന്മാർ പിന്നെയും വിളിച്ചു. അന്നേരം സിദ്ധു ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. അത് വായിച്ചതും മൂവരും വായും പൊളിച്ച് നിന്നു. സിദ്ധു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. അവൻ ഫോൺ അവസാനിപ്പിച്ചതും അവൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ ഒരുങ്ങി. അന്നേരം അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണു. അവൻ അവളുടെ കയ്യിൽ വലിച്ചു തൻ്റെ നെഞ്ചിലേക്കിട്ടു. അവളിപ്പോൾ അവൻ്റെ മേലെയാണുള്ളത്.
സിദ്ധുവിൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകിയിട്ടുണ്ട്. സിദ്ധു വീട്ട്, ഞാൻ ഉറങ്ങട്ടെ. എന്തോ കേട്ടില്ല. പിന്നെ എന്തിനാ മോളി പരാക്രമങ്ങളൊക്കെയും കാട്ടിയേ? അവളുടെ മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടി പിന്നിലേക്ക് ഒതുക്കി വെച്ച് കൊണ്ടുപോയി പറഞ്ഞു. അവൻ്റെ നോട്ടം കാണാൻ അവൾ ഡ്രസ്സ് കയറ്റി വെച്ചു. ഞാൻ എന്ത് കാണിച്ചു എന്നാ അവൾ ഒന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചു. ഒന്നും കാണിച്ചില്ലേ? പിന്നെന്തിനാ ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നേ? അവളുടെ തോളിൽ നിന്നും സ്ട്രാപ്പ് താഴ്ത്തിക്കൊണ്ടവൻ ചോദിച്ചു. ഇതെനിക്ക് കംഫർട്ടാണെന്ന് തോന്നി. ഹണിമൂണിന് വന്നിട്ട് ഹണിമൂൺ ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ മോശമല്ലേ? ആഹാ, അങ്ങനെയാണല്ലേ. അപ്പോൾ ഹണിമൂണിന് വന്നിട്ട് നിന്നെ ശരിക്കും സ്നേഹിച്ചില്ലെങ്കിൽ അതും മോശമല്ലേ? അത് പറയുമ്പോൾ സിദ്ധുവിൻ്റെ കൈ അവളുടെ അരക്കെട്ടിൽ നിന്നും അവളുടെ ഫ്രോക്കിനുള്ളിലേക്ക് കടന്നിരുന്നു. അവളുടെ അന്നേരത്തെ പിടിച്ചിൽ അവൻ ആസ്വദിച്ചു നിന്നു. ഒരു തരം പിടിച്ചിലോടെ അവൻ്റെ കവിളിൽ അമർത്തി കടിച്ചതും അവൻ്റെ പിടി അയഞ്ഞിരുന്നു. അവൾ അവൻ്റെ മേലിൽ നിന്നും അടർന്നു മാറി എഴുന്നേറ്റ് ഓടി. പിന്നാലെ സിദ്ധു. ബെഡ്റൂമിനോട് ചേർന്നുള്ള പ്രൈവറ്റ് പൂളിനരികിൽ എത്തിയ പവി ഓട്ടം നിർത്തി. പൂൾ അതിമനോഹരമായ റോസ് പെറ്റൽസ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒത്ത നടുവിൽ വെളുത്ത ഇതളുകൾ കൊണ്ട് ഹാർട്ട് ഷേപ്പും കാണാം. ഈ കാഴ്ച അവൾ നേരത്തെ കണ്ടില്ലായിരുന്നു. അവൾ പൂളിൻ്റെ ഭംഗി ഒരു നിമിഷം നോക്കി നിന്നു. പിന്നാലെ അങ്ങോട്ടെത്തിയ സിദ്ധു കാണുന്നത് പൂളിലേക്ക് നോക്കി നിൽക്കുന്ന പവിയാണ്. അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി. ആ വസ്ത്രത്തിൽ അവൾ അത്രയ്ക്ക് ഹോട്ടായിരുന്നു. വല്ലാത്ത ഭാവത്തിൽ തൻ്റെ അരികിലേക്ക് വരുന്നവനെ കണ്ടതും അവളിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. സിദ്ധു മുന്നോട്ട് ചുവടുകൾ വെക്കുന്നതിനനുസരിച്ച് പവി പിന്നിലോട്ട് ചുവടുകൾ വെച്ചു. പൂളിലേക്ക് വീഴാനാഞ്ഞ പവിയുടെ കയ്യിൽ സിദ്ധുവിൻ്റെ പിടി വീണു. അവൻ അവളുടെ അരക്കെട്ടിലൂടെ വട്ടം ചുറ്റി പിടിച്ചു തന്നോട് അടുപ്പിച്ചു. അവൻ അവളെ ഇറുകെ പുണർന്നു. പൂളിലേക്ക് അതുപോലെ മലർന്നു. പ്രതീക്ഷിക്കാതെ പൂളിലേക്ക് വീണതും അവൾ അവനെ ഇറുകെ പുണർന്നു. വെള്ളത്തിലേക്ക് മുങ്ങിത്താഴ്ന്നു. ഇരുവരും ഉയർന്നു പൊങ്ങി. ഇപ്പോഴും പവി അവൻ്റെ കരവലയത്തിനുള്ളിലാണ്. അവൻ അവളിൽ നിന്നും അടർന്നു മാറി തൻ്റെ ടീഷർട്ട് ഊരി മാറ്റി. അവൻ്റെ ആ ഹോട്ട് ബോഡി കണ്ട് അവൾ ഒന്ന് നോക്കിപ്പോയി. തൻ്റെ ശരീരത്തിലേക്കുള്ള അവളുടെ ഇടം കണ്ടിട്ടുള്ള ആ നോട്ടം കണ്ട് ഒരു ഇളം പുഞ്ചിരിയോട് അവൻ അവളുടെ അരക്കെട്ടിലൂടെ വട്ടം ചുറ്റി പിടിച്ചു തന്നോടടുപ്പിച്ചു. ഇരുവരും പരസ്പരം കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. ജലകണികകൾ പറ്റിച്ചേർന്ന് കിടക്കുന്ന അവളുടെ മുഖത്ത് കൂടെയും ശരീരമേനിയിലൂടെയും അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു. അവൻ പ്രണയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ആ നിമിഷം അവളും അവനെ തന്നെ നോക്കിയിരുന്നു. അവൻ്റെ ഭംഗി ഒന്നുകൂടെ കൂടിയതുപോലെ അവൾക്ക് തോന്നി. ഇരുവരും തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു. അടുത്ത നിമിഷം അവൻ അവളുടെ ചുണ്ടുകൾ തൻ്റേതുമായി ബന്ധിപ്പിച്ചു. ഏറെ ആവേശത്തോടെ തൻ്റെ ചുണ്ടുകൾ നുണയുന്നവനെ തിരികെ അവളും ചുംബിക്കാൻ തുടങ്ങി. ചുംബനം ഏറെ നേരം നീണ്ടു നിന്നു. ഒടുവിൽ കിതപ്പോടെ ഇരുവരും അകന്നു മാറി. പരസ്പരം പുണർന്നും ചുംബിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറിപ്പിച്ചും പവിയെ നെഞ്ചിൽ കിടത്തി മലർന്നുള്ള നീന്തലും എല്ലാമായി ഇരുവരും കുറച്ചു നേരം പൂളിൽ ചിലവഴിച്ചു. അതിനിടയിൽ അവൻ അവളുടെ തോളിൽ നിന്നും ഡ്രസ്സിൻ്റെ സ്ട്രാപ്പ് വലിച്ചു താഴ്ത്തി. അവളിൽ നിന്നും ഡ്രസ്സ് അടർന്നു മാറിയതും അവൾ നാണത്തോടെ മുഖം തിരിഞ്ഞു നിന്നു. അവളുടെ അന്നേരത്തെ നാണം കാണവേ അവൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ പിന്നിൽ വന്ന് നിന്ന് അവളുടെ നനഞ്ഞ മുടി വകഞ്ഞു മാറ്റി. അവളുടെ പിൻകഴുത്തിലും തോളിലും അവൻ ആവേശത്തോടെ ചുംബിച്ചു. പിന്നീട് അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി മാറിൽ പിണച്ചു കെട്ടി അവളുടെ കൈ അവൻ ബലമായി എടുത്തു മാറ്റി. അവളുടെ മേനിയിലൂടെ അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു. അവൾ അന്നേരം ശരീരം മറയും വിധത്തിൽ വെള്ളത്തിലേക്ക് കുനിഞ്ഞു. അവളെ പൊക്കിയെടുത്ത് അവൻ തൻ്റെ തുടയിൽ ഇറുക്കി പിടിച്ചു. ഫ്രോക്കിൻ്റെ അതേ നിറത്തിലുള്ള മാച്ചിങ് ഇന്നവേഴ്സ് ധരിച്ച് മാത്രം നിൽക്കുന്ന പെണ്ണിനെ അവൻ കൊതിയോടെ നോക്കി നിന്നു. മാറിൻ ചുഴിയിൽ ആവേശത്തോടെ ചുംബിക്കുന്നതിനിടയിൽ അവൻ്റെ കൈവിരലുകൾ അവളുടെ അടിവയറിൽ കുസൃതി കാട്ടി തുടങ്ങിയിരുന്നു. അവൻ്റെ കൈകളുടെ ദിശ മാറി തുടങ്ങി. ഒരു തരം പിടച്ചിലോടെ അവൾ അവനിൽ നിന്നും അടർന്നു മാറാനൊരുങ്ങി. ആ നിമിഷം അവൻ അവളെയും കൊണ്ട് വെള്ളത്തിലേക്ക് മുങ്ങിത്താഴ്ന്നു. ഒരു അണ്ടർ വാട്ടർ ലിപ് കിസ് കഴിഞ്ഞു. സിദ്ധു അവളുമായി വെള്ളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിയതും അവൻ്റെ ചുംബനത്തിൽ വിവശയായ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തളർന്നു വീണു. അവളെയും കൈകളിലെടുത്ത് അവൻ വെള്ളത്തിൽ നിന്നും ഇറങ്ങി നടന്നു. പൂളിനോട് ചേർന്നുള്ള സൺ ലോഞ്ചറിൽ അവളെ കിടത്തി. അവൾ നാണത്തോടെ എഴുന്നേൽക്കാൻ ഇറങ്ങിയതും അവൻ അവളെ ബലം പ്രയോഗിച്ചു അവിടെ തന്നെ കിടത്തി. ആ നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായിരുന്നു. അവളുടെ കണ്ണുകളും അതിൻ്റെ ഇണയിൽ ഒതുങ്ങി നിന്നു. പിന്നീട് അവൻ്റെ കണ്ണുകളുടെ സഞ്ചാരദിശ മാറുന്നത് തിരിച്ചറിഞ്ഞതും അവൾ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളിൽ ശേഷിക്കുന്ന വസ്ത്രവും അവളുടെ അരയിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താൻ കെട്ടിയ അരഞ്ഞാണവും അവൻ്റെ സിരകളെ അത് ചൂട് പിടിപ്പിച്ചു. തന്നിൽ ശേഷിക്കുന്ന വസ്ത്രങ്ങൾ അടർന്നു മാറുന്നതും ഒരു പാത്തവൽ കൊണ്ട് അവൻ തന്നെ പൊതിയുന്നതും അതിനിടയിൽ അവളുടെ സ്വകാര്യതയിൽ അവൻ്റെ ചുണ്ടമരുന്നതും അവൾ സ്വപ്ന ലോകത്തെന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു.
അവൾ പിടച്ചിലോടെ കണ്ണു തുറന്നതും അവളുടെ നെറുകയിൽ അവൻ്റെ ചുണ്ടമർന്നിരുന്നു. ഇനിയും എനിക്ക് കാത്തു നിൽക്കാൻ വയ്യ. ഞാൻ നിന്നെ മുഴുവനായും എടുക്കാൻ പോവുക. അവൻ്റെ സ്വരം കാറ്റുപോൽ കാതിലേക്ക് പതിഞ്ഞതും അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ തൻ്റെ നനഞ്ഞ പാൻ്റ് അഴിച്ചു മാറ്റി ടവൽ ധരിക്കുന്നത് കണ്ടതും അവൾ നാണത്തോടെ കണ്ണു പൊത്തി. അത് കാണവേ അവന് ചിരി വന്നു. ഇങ്ങനെ കണ്ണു പൊത്തിയ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നുള്ള അവൻ്റെ ചോദ്യം കേട്ട് അവളങ്ങ് വല്ലാണ്ടായി. അവളെയും കൈകളിലേന്തി അവൻ ബെഡ്റൂമിലേക്ക് നടക്കുമ്പോൾ പ്രണയത്തിനും അപ്പുറം മറ്റെന്തൊക്കെയോ വികാരങ്ങൾ അവരെ കീഴടക്കിയിരുന്നു. അടുത്ത നിമിഷം ബെഡ്റൂമിൻ്റെ ഡോർ അടയുകയും ചെയ്തു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. സത്യങ്ങളൊക്കെ അറിഞ്ഞതും പരമേശ്വരൻ പവിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അയാൾ ഹരിദാസിനെ ജയിലിൽ ചെന്ന് കണ്ട് മാപ്പ് ചോദിച്ചു. ശിക്ഷാ കാലാവധി കഴിഞ്ഞു ഹരിദാസ് ജയിലിൽ നിന്നും പുറത്തിറങ്ങി. പവിയും സിദ്ധുവും ഓമും നന്ദുവും എല്ലാവരും അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ജയിലിൽ ചെന്നിരുന്നു. അച്ഛനെ കണ്ടതും പവി ഓടിച്ചെന്ന് അയാളെ പുണർന്നു. പിന്നാലെ ഓമും. ഹരിദാസ് തൻ്റെ 2 മക്കളെയും തിരികെ പുണരുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അച്ഛനും മക്കളും തമ്മിലുള്ള വൈകാരിക മുഹൂർത്തങ്ങൾക്ക് നന്ദുവും സിദ്ധുവും സാക്ഷ്യം വഹിച്ചു. ഒരു ചെറു പുഞ്ചിരിയോടെ തങ്ങളെ നോക്കി നിൽക്കുന്ന നന്ദുവിനെയും സിദ്ധുവിനെയും അയാൾ അരികിലേക്ക് വിളിച്ചു. എടി ദേ അമ്മായിയപ്പൻ വിളിക്കുന്നു, കാല് തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങിച്ചോ. സിദ്ധു പതിയെ പറഞ്ഞു. ഏട്ടൻ്റെയും അമ്മായിയപ്പനാണല്ലോ, ഏട്ടനും വാങ്ങിക്കാം അനുഗ്രഹം. എന്നെ പറ്റിയ ആൾക്ക് നല്ല മതിപ്പാ. സിദ്ധു അതും പറഞ്ഞ് നന്ദുവിനെയും കൊണ്ട് മുന്നോട്ട് നടന്നു. നന്ദുവും സിദ്ധുവും അയാളുടെ അരികിൽ ചെന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ കുനിഞ്ഞതും അയാൾ ഇരുവരെയും തടഞ്ഞു 2 പേരെയും ചേർത്ത് പിടിച്ചു. നിൻ്റെ ആ പഴയ പരിപാടിയൊക്കെയും ഇപ്പോഴും ഉണ്ടോ? അയാൾ സിദ്ധുവിനോട് പതിയെ ചോദിച്ചു. അയ്യോ ഇല്ല, അതൊക്കെ നിർത്തി, സിദ്ധു നേരിയ സ്വരത്തിൽ പറഞ്ഞു. ഫൈനൽ ഇയേഴ്സിനുള്ള ഫെയർവെൽ ഡേ നടക്കുകയാണ്. കർട്ടൻ കൊണ്ട് മറച്ചു പിടിച്ച സ്റ്റേജിൽ നിന്നും ഒരു ഹമ്മിങ് ഉയർന്നു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് നീണ്ടു. കർട്ടൻ ഉയർന്നതും സ്റ്റേജിൽ പവി നിൽക്കുന്നുണ്ട്. അവളെ കണ്ടതും സിദ്ധുവിൻ്റെ മുഖം വിടർന്നു. ദിസ് ഈസ് ഫോർ യു മൈ മാൻ. പവി സിദ്ധുവിനെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞതും സിദ്ധുവിൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. പൊടുന്നനെ എവിടെ നിന്നോ ഒരു വെടിയൊച്ച കേട്ടതും വേദി ഒന്നടങ്കം നിശബ്ദരായി. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ എല്ലാവരും പരിഭ്രാന്തരായി. അടുത്ത നിമിഷം സ്റ്റേജിൽ നിൽക്കുന്ന പവി നിലം പതിച്ചതും ഒരു നിമിഷം സിദ്ധുവിൻ്റെ ശ്വാസം വിലങ്ങുമെന്ന് തോന്നിപ്പോയി. ഓമും സിദ്ധുവും സ്റ്റേജിലേക്ക് ഓടിയെത്തിയതും അനക്കമില്ലാതെ കിടക്കുന്ന പവിയാണ് കാണുന്നത്. സിദ്ധു അവളെ നെഞ്ചോട് അണച്ചു പിടിച്ചു. ഓം പവിയുടെ കയ്യിലെ പൾസ് നോക്കിയതും അവനിലൂടെ ഒരു വിറയൽ കടന്നുപോയി.